പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം. നമ്മളെല്ലാം പണ്ട് ഉപയോഗിച്ചിരുന്നത് കീകൾ അമർത്തിയിട്ടുള്ള പഴയതരം മൊബൈലുകളാണ്. എന്നാൽ കാലം മാറി, നമ്മളും അപ്ഡേറ്റ് ആയി. നമ്മളിന്ന് ഉപയോഗിക്കുന്നത് ഫുൾ ടച്ചുള്ള മൊബൈൽ ഫോണുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന നമ്മുടെ ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും എല്ലാം ഇന്ന് ഒരു റൂമിന്റെ മൂലയിലാണ്. കാരണം ടച്ച് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എന്നാൽ നിങ്ങളുടെ ആ പഴയ ലാപ്ടോപ്പുകളും നിങ്ങളുടെ ആ പഴയ കമ്പ്യൂട്ടറുകളും ഫുൾ ടച്ച് ആക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാനിവിടെ നിങ്ങൾക്കായി പരിചയപ്പെടുന്നത്. ഇതിന്റെ പേര് എയർബാർ. ആമസോണിലെ ഗ്ലോബൽ സ്റ്റോറിൽ മാത്രം ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇതിന്റെ വെബ്സൈറ്റ് air.bar. ആ വെബ്സൈറ്റ് അടിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്നും പർച്ചേസ് ചെയ്യാനും സാധിക്കും. വിൻഡോസ് 8.1, വിൻഡോസ് 10 അല്ലെങ്കിൽ മാക് എന്നിവയിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. വളരെ മിതമായ ഒരു വിലയാണ് ഇതിനുള്ളത്. ഏകദേശം 6000 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. നമുക്ക് വേറെ ഒരു സോഫ്റ്റ്വെയറും ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ പ്ലഗ് ഇൻ പ്ലേ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. നിങ്ങളുടെ ലാപ്ടോപ്പിലേക്ക് ജസ്റ്റ് ഇതൊന്ന് പ്ലഗ് ചെയ്താൽ മാത്രം മതി. എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് ഇനി വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കാം. എയർബാറിന്റെ ഒരഗ്രത്തുള്ള USB കേബിൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത ശേഷം എയർബാർ മോണിറ്ററിന്റെ തൊട്ട് താഴെയായി സ്ഥാപിക്കുക. എയർബാർ ഡിസ്പ്ലേയോട് ചേർത്ത് ഫിറ്റ് ചെയ്യാൻ നമുക്ക് 2 ചെറിയ മാഗ്നറ്റുകൾ എയർബാറിനൊപ്പം ലഭിക്കും. അത് മോണിറ്ററിന് തൊട്ട് താഴെയായി ഇരുവശത്തും ഒട്ടിച്ചു വെച്ചാൽ എയർബാർ അതിന്മേൽ നമുക്ക് എളുപ്പത്തിൽ പിടിപ്പിക്കാൻ കഴിയും. ആ മാഗ്നറ്റാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ടച്ച് സ്ക്രീൻ ആയിക്കഴിഞ്ഞു. ഇനി സ്ക്രീനിൽ നമ്മൾ മൗസ് ഉപയോഗിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കൂ. മൗസ് ഉപയോഗിച്ച് ടച്ച് ചെയ്യുന്ന വളരെ ചെറിയ ഐക്കണുകളുള്ള ഭാഗങ്ങൾ ഇതുപയോഗിച്ച് ടച്ച് ചെയ്ത് വർക്ക് ചെയ്യിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. വീഡിയോകളും ചിത്രങ്ങളുമൊക്കെ ടച്ച് ചെയ്ത് പ്ലേ ചെയ്യാനും സ്യൂം ചെയ്യാനുമൊക്കെ ഇത് ഉപയോഗിക്കാൻ എളുപ്പമാണ്. 6358 രൂപയാണ് ആമസോണിൽ ഇതിന്റെ വില. കൂട്ടുകാർക്ക് ഈ ഒരു ഡിവൈസിനെ പറ്റിയും ഇതിന്റെ പ്രവർത്തനത്തെ പറ്റിയും മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു അറിവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം, ഞാൻ രതീഷ് ശർമ്മേനോൻ. കമ്പ്യൂട്ടർ, മൊബൈൽ എന്നിവ ഉപയോഗിക്കുന്നവർക്കുള്ള ഇത്തരം അറിവുകൾ ലഭിക്കാൻ എന്റെ പേജ് ലൈക്ക് ചെയ്ത് സി ഫസ്റ്റ് എനേബിൾ ആക്കുക. അതിനായി എന്റെ ഫോട്ടോയിൽ ടച്ച് ചെയ്ത ശേഷം ലൈക്ക് ബട്ടൺ അമർത്തുക. അതിനുശേഷം ഫോളോയിങ് എന്നതിൽ അമർത്തി സി ഫസ്റ്റ് എന്നത് സെലക്ട് ചെയ്യുക. എഡിറ്റ് നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സ് എന്നതിൽ അമർത്തി ഓൾ പോസ്റ്റ് എന്നതിന് നേരെയും ഓൾ ലൈവ് പോസ്റ്റ് എന്നതിന് നേരെയും നീല മാർക്കുകൾ ഉണ്ട് എന്ന് ഉറപ്പാക്കുക. തുടർന്ന് ഇതുപോലെ ദിവസവും ടെക് ലോകത്തെ അറിവുകൾ നിങ്ങൾക്ക് മലയാളം വീഡിയോകളായി നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലഭിക്കുന്നതായിരിക്കും.